ഹലോ, നമസ്കാരം. ഇപ്പോൾ മഹതിക്കുട്ടി സ്കൂളിൽ നിന്ന് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പം അന്ന് ഫുള്ള് റെഡാണ് കേട്ടോ. ഞാൻ ചെരുപ്പ് നോക്കിയത്, പക്ഷേ ചെരുപ്പ് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം അവൾ രാവിലെ അതുകൊണ്ട് ഭയങ്കര തുള്ളിച്ചാടി ഹാപ്പിയായിട്ട് പോവുക സ്കൂളിലേക്ക്. എല്ലാ മാഷും കിട്ടി, ചെരുപ്പ് മാത്രം കിട്ടിയില്ല കേട്ടോ. അപ്പം മറ്റോളും കൂടെ വരുന്നതുകൊണ്ട് പിന്നെ അവളെ കൊണ്ട് ഞങ്ങൾ കയറ്റി വിടാൻ വേണ്ടി പോവാം, ഞാനും മേധക്കുട്ടിയും കൂടെ സ്കൂളിൽ. അപ്പോൾ ഞങ്ങളെ കയറി, കാരണം അവൾ ചെരുപ്പെടുത്ത് ഇടാത്തതുകൊണ്ട് ഞാൻ അവളെ എടുത്തോണ്ടാണ് വന്നേ. അപ്പം അതുകൂട്ടി ഇങ്ങനെ കയറിപ്പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോഡിൽ കയറി വന്നു കേസ്. ഇനി മഹതിയെ കയറ്റി വിടണം. ഇക്കാരിക്കൊരു സങ്കടമുണ്ട് കേട്ടോ, ഞാൻ ചെരുപ്പ് മാത്രം റെഡ് ആക്കാത്തതുണ്ട്. ചെരുപ്പ് പക്ഷേ നോക്കിയായിരുന്നു, 2-3 നേരത്ത് കയറി കിട്ടിയില്ല റെഡ് കളറുള്ള ചെരുപ്പ്. അപ്പോൾ അതിനൊരു വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പൂവും കിട്ടി കേട്ടോ. ഇന്ന് റെഡായി അവരുടെ സ്കൂളിൽ, അപ്പം അതിൻ്റെ എല്ലാ സാധനവും റെഡാണ്. അപ്പോൾ ആപ്പിള്, ടൊമാറ്റോ എല്ലാം ഫുൾ റെഡുള്ള ഫ്രൂട്ട്സും അപ്പം ഞങ്ങൾക്ക് പൂവും കിട്ടി കേട്ടോ. പൂ കാണിച്ച മോനെ, അത് ചെല്ലുമ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് പൂ കാണുമെന്ന് ഓർത്തില്ല കേട്ടോ. ഇപ്പോൾ ചേച്ചിയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കുവാ. ഞാൻ എടുക്കാനുള്ളപ്പം ബസ് വരാറായതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തിയേക്കും അവിടെ. അവളായിട്ട് ഒരു ഡിസൈൻ കണ്ടുപിടിച്ച് വെക്കുക, പൂവ് എടുത്ത് അവിടെ വെച്ചേക്കുക. അപ്പോൾ അവൾ പറഞ്ഞ് പോകത്തില്ലെന്ന്. ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പൂ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം ബസ് അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം മഹതിക്കുട്ടി ഇനി കയറ്റി വിടണം. അപ്പം മേധയാണെങ്കിൽ റെഡിയായി നിൽക്കും കേട്ടോ. ചേച്ചി പോയി കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഏറ്റവും സങ്കടം. അപ്പം മോളുടെ ബസ് എത്തി കേട്ടോ. ഇനി ഞാൻ അവളെ കയറ്റി വിട്ടെ. കോളേജുമാരെ പറഞ്ഞിട്ട് കോളേജുമാരി പോയി ബസ്സാണ്. മതിക്കുട്ടി ബസ് കയറിപ്പോയി കേട്ടോ. അപ്പം ഞങ്ങളെ വീട്ടിലെത്തി. മതിക്കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒച്ചയും ബഹളമൊക്കെ പോവും. പിന്നെ ഞാനും മേധക്കുട്ടി മാത്രമേ കാണത്തുള്ളൂ ഇവിടെ. അപ്പോൾ ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ഞാൻ കൊടുത്തു വിടേണ്ടത് പൂവ്. പക്ഷേ ഇത് ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇങ്ങോ എടുക്കാൻ വരണമെന്ന് ഓർത്തുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഒരു വീട്ടിൽ കയറി പോയി ചോദിച്ച് തൽക്കാലം കൊടുത്തു വിട്ടാൽ. ശരിക്കും പറഞ്ഞാൽ പൂ ഇതാണ് കേട്ടോ. ഇന്ന് കൊടുത്തു വിടേണ്ട പൂവായിരുന്നു. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിൽ, നല്ല വെയിലാട്ടോ. അപ്പം ഇന്നപ്പം ക്ലൈമറ്റൊക്കെ നല്ലതാണെന്ന് ഏകദേശം. അപ്പോൾ ഇനി രാവിലത്തെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യണം. ഉച്ചക്കത്തേക്കുള്ള ഫുഡും എല്ലാം റെഡിയാക്കണം. ഇനി അവളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനും കുഞ്ഞും തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാനും ഇവള് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ അവൾ ഇനി വൈകിട്ട് വരുമ്പോൾ 4:30 നമ്മുടെ വീട്ടിൽ എത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.